ഞങ്ങൾക്ക് വേണ്ടത് സമാധാനപരമായി ഞങ്ങള് സമരം ചെയ്യാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യം പറഞ്ഞേക്കാം, പോലീസിന്റെ ഭാഗത്ത് ഞങ്ങൾ വളരെ സമയം പാലിക്കുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഞങ്ങളുടെ സമരപ്രവർത്തകരെ തല്ലാനോ അടിക്കാനോ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ എണ്ണം ജീവനോടെ ഈ പുൽപ്പള്ളിയിൽ നിന്ന് പോകൂല. അത് ഞാൻ പറഞ്ഞേക്കാം. തീരുമാനിച്ചത് ഞങ്ങൾ അറിയിക്കാതെ, സമരസമിതി നേതാക്കളെ അറിയിക്കാതെ കലക്ടറിന്റെ ഉത്തരവ് പ്രകാരം ഡിഒപിയും റേഞ്ച് ഓഫീസറും ഉദ്യോഗസ്ഥപ്പെട്ട ഉദ്യോഗസ്ഥര് ഞങ്ങളെ ആരെയും അറിയിപ്പിക്കാതെ പഞ്ചായത്തിൽ വെച്ചിട്ട് ഒരു സ്വകാര്യമായ മീറ്റിംഗ് നടത്തുകയാണ്. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി പ്രതിഷേധക്കാര് പഞ്ചായത്തിലോട്ട് ഇപ്പൊ പോവാണ്. എന്താണ് നടക്കുന്നത്? ഞങ്ങളുടെ സമരസമിതി ആൾക്കാരോട് പറയാതെ അവരുടെ ഒത്തുതീർപ്പ് ചർച്ച നടത്തുകയാണ്. കലക്ടറിന്റെ പുൽപ്പള്ളിയിൽ നിന്ന് ടൗണിൽ നിന്ന് ഇപ്പൊ അങ്ങോട്ട് നീങ്ങുകയാണ്. ഇപ്പൊ ഞങ്ങളിപ്പോ പ്രതിഷേധക്കാർ പഞ്ചായത്തിലോട്ട് പോവാണ്. അവിടെ കലക്ടറെ തടയാണ്. നമ്മുടെ ആവശ്യങ്ങൾ തന്നെയാണ് അംഗീകരിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രം പോരല്ലോ. നാളെ ഈ കൂടിയിരിക്കുന്നൊക്കെ ഞങ്ങളുടെ ചേട്ടനച്ചന്മാരല്ലേ. ഞങ്ങൾക്കിത് സംഭവിക്കൂല. അപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ടറിന്റെ അടുത്തുനിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തുനിന്നും ഞങ്ങൾക്ക് നീതി വേണം. ഞങ്ങൾക്ക് ഇതുകൂടി ഇറങ്ങി നടക്കണം. നാളെ ഒരു പോളോ അല്ല മറ്റേ രാകേഷ് എന്ന് പറഞ്ഞ സുഹൃത്തോ അതേപോലെ ആവാൻ പാടില്ല. ഇന്ന് ഞങ്ങൾക്ക് പേടിയോടെയാണ് ഇവിടെ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റൂല. നിങ്ങളെന്താ പറയുന്നത്? അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ നടത്തുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളെ കയ്യിൽ നിന്ന് വിട്ടുപോയി. എന്നിട്ട് നിങ്ങൾ നോക്ക്, നിങ്ങൾ അങ്ങോട്ട് ബാക്കിലോട്ട് നോക്കി, ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരക്രമം കാണിച്ചോ? ഞങ്ങൾക്ക് അക്രമം കാണിക്കണമെങ്കിൽ ഇവിടെ പോലീസിന്റെ വാഹനങ്ങളില്ലേ, പോലീസ് ഉദ്യോഗസ്ഥന്മാരില്ലേ, ബന്ധപ്പെട്ട പോലീസ് അധികാരികളെ ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ അക്രമം കാണിച്ചോ? ഇല്ല. ഞങ്ങൾക്ക് വേണ്ടത് സമാധാനപരമായി ഞങ്ങൾ സമരം ചെയ്യാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യം പറഞ്ഞേക്കാം, പോലീസിന്റെ ഭാഗത്ത് ഞങ്ങൾ വളരെ സമയം പാലിക്കുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഞങ്ങളുടെ സമരപ്രവർത്തകരെ തല്ലാനോ അടിക്കാനോ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ എണ്ണം ജീവനോടെ ഈ പുൽപ്പള്ളിയിൽ നിന്ന് പോകൂല. അത് ഞാൻ പറഞ്ഞേക്കാം. ഒരിക്കൽ കൂടി പറഞ്ഞേക്കാം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പറഞ്ഞേക്ക്. പോലീസിനോട് ബാബു CPM-ന്റെ ഏരിയ സെക്രട്ടറി അല്ല, ഞാൻ പ്രവാസി അസോസിയേഷന്റെ ഏരിയ സെക്രട്ടറിയാണ്. CPM പ്രവർത്തനാണ്. ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല. ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇവിടെ കാട്ടിലെ ആന കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും BJP-ക്കാരനെ നോക്കിയിട്ടാണോ തെരഞ്ഞെടുത്താണോ കൊല്ലുന്നത്? അല്ലല്ലോ. ഇവിടത്തെ ആന നിങ്ങളൊന്നും മനസ്സിലാക്കുക. ഇവിടത്തെ പിടിയാനയാണ്. ഈ പിടിയാനേന്റെ പ്രത്യേകത ഈ DFIക്ക് അറിയോ? ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസമില്ല അതൊരു പൊട്ടി പെണ്ണിനാണ് DFI ആക്കി നിർത്തിയെടുത്തിരിക്കുന്നത്. ഒരു റേഞ്ച് ഓഫീസറുണ്ട്. ഞങ്ങളൊക്കെ ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആയങ്ങളല്ലേ. ഒരാന ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ വിളിക്കും. ഇവിടെ DFIനെ വിളിക്കും, റേഞ്ച് ഓഫീസറെ വിളിക്കും. 1000 വട്ടം വിളിച്ചാൽ ഒരു പ്രാവശ്യം ഫോൺ എടുക്കും ഇവരെന്നിട്ട് ആന ഓടിക്കാനെ കൂട്ടിക്കൊണ്ട് വരുന്ന ആരെയെന്നറിയോ? ഡെയിലി ബേസിസിന് നിർത്തിയിരിക്കുന്ന ട്രൈബലേഴ്സ് ഉണ്ട്. ഉയർന്ന ഉന്നത തലത്തിൽ നിന്ന് തന്നെ ഈ വീഴ്ച തുടങ്ങുന്നുണ്ട് എന്നാണോ പറയുന്നത്? ഇത് ഇപ്പോ ഒരു ഉദാഹരണം പറയും. കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണ് അജീഷ് കൊല്ലപ്പെടുന്നത്. അതിനുശേഷം ഒരു ശനിയാഴ്ച 7 ദിവസമാകുമ്പോഴേക്ക് പോൾ കൊല്ലപ്പെടുന്നു. അതിനു മുമ്പ് പ്രജീഷ് കൊല്ലപ്പെട്ടിട്ട് ഒരു 2 മാസം ആവുന്നുള്ളൂ. ഈ വീടുകളിലൊന്നും വനം മന്ത്രി സന്ദർശിച്ചിട്ടില്ല. നിങ്ങൾ നോക്കാം, ഈ അജേഷ് മരിച്ചു. ഈ മരിച്ച വീടുകളിലൊന്നും മന്ത്രി സന്ദർശിക്കാത്തത് വലിയ സന്ദർശിക്കുന്നില്ല. ഇവരെന്താക്കുന്നു വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു ചില്ലറ പൈസ കൊടുക്കും. ഇവരെന്താക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പാടച്ചിറ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളൂ. അവിടെ ഒരു കടുവ പിടിച്ചിട്ട് ഇതാ കൊണ്ടുവരിക. ഈ പകല് നിങ്ങളൊന്ന് ഓർക്കണം. ആദ്യമൊക്കെ ആണെങ്കിൽ രാത്രിയാണ് ഞങ്ങൾക്ക് പേടിച്ചാൽ മതി മൃഗങ്ങൾ ഇറങ്ങുമെന്ന്. ഇപ്പൊ എവിടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ കേരളത്തില് മൊത്തം ഫോറസ്റ്റിൽ നിൽക്കേണ്ട ആനകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ചുരുങ്ങുന്ന 1000 എണ്ണ. ഈ കേരളത്തില് ഈ വയനാട്ടിൽ തന്നെയുണ്ട് 1000-ൽ കൂടുതൽ ആനകള്.